അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മീൻ മസാലയാണ് തയ്യാറാക്കുന്നത്. നല്ല നാടൻ ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു മീൻ മസാല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തുള്ളത് അയക്കോറയാണ്, കിങ് ഫിഷ്. അപ്പോൾ ഏത് മീനായാലും കുഴപ്പമില്ല, ഏത് മീൻ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ മീനായാലും വലിയ മീനായാലും ഒന്നും കുഴപ്പമില്ല, മത്തി ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് മസാലകളൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, ഈ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രം മതി. ഇനി ഇത് മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മീനിൽ തീരെ നനവൊന്നും ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഈ മസാലയൊക്കെ മീനിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയാൽ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ അത് തയ്യാറാക്കി എടുക്കാൻ. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്, നല്ലൊരു നാടൻ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുന്ന അത്രയൊന്നും പൊരിച്ചെടുക്കണ്ട. തീ കൂട്ടി വെച്ചിട്ട് 2 സൈഡും ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡും ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. മീനിപ്പോൾ തന്നെ നന്നായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ മീൻ മസാലയിലിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ മീൻ നന്നായിട്ട് വെന്ത് വന്നോളും. ഇപ്പോൾ മീനിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പം മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഈ പാനിൽ തന്നെ ഈ ഓയിലിൽ തന്നെയാണ് ഇതിലേക്ക് വേണ്ട മസാലയും തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്യേണ്ട, തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. മീനിലധികം പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഓയിലൊന്നും മീനിലേക്ക് അധികം പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാൻ ഇത്രയും ഓയിൽ തന്നെ മതി. ഈ ഓയിൽ തന്നെ ആകുമ്പോൾ നന്നായിട്ട് മീനിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങിയതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് വാടി തുടങ്ങിയതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയ ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. തക്കാളി അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അധികം ചുവപ്പ് കളറില്ലാത്തൊരു തക്കാളി ആയതുകൊണ്ടാണ് ഈ ഒരു കളറായി വന്നിട്ടുള്ളത്. ഇനി ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ചേർക്കാനുള്ള മീനിലും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വാളംപുളി പിഴിഞ്ഞെടുത്തുള്ളതാണ്, കുടംപുളി ആയാലും മതി. പുളി അധികം വേണ്ട, ചെറുതായിട്ടൊരു പുളി മതി. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയൊക്കെ മീനിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ മീനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീനൊക്കെ മസാലയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും മീൻ നന്നായൊന്ന് വെന്ത് വരാൻ. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. ഇടയ്ക്ക് മീനൊന്നും പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കുക വേണം. പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. തീ നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് മീനൊക്കെ നന്നായിട്ട് വെന്ത് മീൻ മസാല റെഡിയായി വരും. ഇപ്പോൾ നമ്മുടെ മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇതിനി ഇപ്പം തന്നെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ. സമയം കഴിയും തോറും മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് ടേസ്റ്റ് കൂടി കൂടി വരും. അപ്പോൾ നമ്മുടെ ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ മീൻ മസാല ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.